കൊടകര സ്നേഹ മ്യൂസിയത്തിൽ മെയ് 10 മുതൽ 30 വരെ ഇന്റിമസീസ് ബിയോണ്ട് ഡിസ്റ്റൻസസ് എന്ന പേരിൽ കലാപ്രദർശനം ഒരുക്കുമെന്ന് സംഘാടകർ കൊടകര പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത കലാകാരനായ ആർട്ടിസ്റ്റ് ജോഷിയുടെ പെയിന്റിങ്ങുകളും ശില്പങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ കാലത്തെ കുടിയേറ്റം, ഡിജിറ്റൽ ആശയവിനിമയം, ഒറ്റപ്പെടൽ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ബന്ധം എന്നത് എന്താണെന്ന് പുനർചിന്തനം നടത്താനുള്ള ശ്രമമാണ് ദൂരങ്ങൾക്കപ്പുറമുള്ള അടുപ്പങ്ങൾ എന്ന പ്രദർശനം. നിശബ്ദത അല്ലെങ്കിൽ ദൂരം എന്നിവക്കപ്പുറത്തേക്ക് പോലും നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പ്രദർശനം പ്രചോദനമാകുമെന്ന് സംഘാടകർ പറഞ്ഞു. മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ക്യൂറേറ്റർ ഡോക്ടർ ജോർജി ജോസഫ്, ആർട്ടിസ്റ്റ് ജോഷെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകരയിലുള്ള ആർട്ട് മ്യൂസിയം ഓഫ് ലവ് അഥവാ സ്നേഹ മ്യൂസിയം അതിൻ്റെ അടുത്തൊരു പരിപാടിയായിട്ട് സമകാലീന ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അത് ആർട്ടിസ്റ്റ് ജോഷിയുടെ ഇന്റിമസീസ് ബിയോണ്ട് ഡിസ്റ്റൻസസ് എന്ന് പറയുന്ന ഒരു ചിത്രശില്പ പ്രദർശനമാണ് തുടങ്ങുന്നത്. അതിലേക്ക് ആദ്യമായിട്ട് എല്ലാവരും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആർട്ടിസ്റ്റ് ജോഷി സ്ഥലത്തുണ്ട്, അതിൻ്റെ ക്യൂറേറ്ററായിട്ടുള്ള ഡോക്ടർ ജോർജി ഉണ്ട്. രണ്ടുപേരും സംസാരിക്കും. അത് ഞാനെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ടെലിപ്പതിസ് എന്ന് പറഞ്ഞ സ്റ്റൈൽ ഇങ്ങനെ ലോകത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയാണ്. അതിപ്പോ തുടക്കത്തിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ബേബി സഖാവ് അടക്കം എല്ലാവരും ഇതൊക്കെ പഠിച്ച് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എനിക്ക് 2013 സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ സബ്ജക്റ്റിലാണ്. അപ്പൊ അതിന്റെ ബ്രിഡ്ജിങ് ടെലിപ്പതിക് ഫാക്കൽറ്റി ആൻഡ് വിഷ്വൽ ആർട്ട് എന്ന് പറഞ്ഞു, ദൃശ്യകലയും അതീന്ദ്രിയവും തമ്മിലുള്ള പാലം. അപ്പൊ അന്ന് ഫെലോഷിപ്പ് കിട്ടിയ ഒരാളാണ് കേരളത്തിൽ. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ വരണത്. 5 ഫെലോഷിപ്പ് കഴിഞ്ഞു. ഫെലോഷിപ്പ് 2015 ഫെലോഷിപ്പ് പൂർത്തിയാക്കി. അതിനുശേഷം 2016 ഞാൻ ടുവേർഡ്സ് ടെലിപ്പതിസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ ഫോട്ടോ ഡേവിഡ് ഹാളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു എക്സിബിഷൻ ആഫ്റ്റർ പിക്കാസോസ് ക്യൂബിസം ടെലിപ്പതിസ് ആൻഡ് ടെലിപ്പതിക് പെയിന്റിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ ടെലിപ്പതിസം എക്സ്പോസിഷൻ ഓഫ് പെയിന്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്. പിന്നെ ഈ വർഷം ടെലിപ്പതിസം / ഓൺലി എക്സ്പോസിഷൻ ഓഫ് പെയിന്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്. ഇതിലിങ്ങനെ ടെലിപ്പതിസം ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂബിസത്തിന് ശേഷം ടെലിപ്പതിസം എന്നുള്ള സ്റ്റൈല് വിഷ്വൽ ആർട്ടിൽ. കഴിഞ്ഞ എക്സിബിഷൻ സക്സസ് ആയിരുന്നു. നമുക്കൊരു ഇന്ത്യൻ ബയറെ കിട്ടിയില്ല. 13 ചിത്രങ്ങൾ പോയി. എല്ലാം പുറത്തേക്കാണ് പോയത്, ഇന്ത്യക്ക് വെളിയിലേക്കാണ് പോയത്, എസ്പെഷ്യലി യൂറോപ്പ്. പിന്നെ ഇവിടെ നമ്മള് ഒരു 25-ൽ താഴെ ചിത്രങ്ങളും ഒരു 10 ശില്പങ്ങളും. അത് അക്രിലിക് ഉണ്ട്, ഓയിൽ കളറുണ്ട്, ഗ്ലാസ് കളറുണ്ട്, ഓയിൽ പേസ്റ്റലുണ്ട്, അങ്ങനെയുള്ള ക്യാൻവാസിലും കാർഡുകളിലൊക്കെ ആയിട്ട് ശില്പങ്ങൾ. അത് ടെലിപ്പതിസം സ്റ്റൈലിലുണ്ട്, ടെലിപ്പതിക് അബ്സ്ട്രാക്ട് ഉണ്ട്, ടെലിപ്പതിക് അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിസ്റ്റ്, ഇംപ്രഷനിസ്റ്റ്, അത് അങ്ങനെയൊക്കെയുള്ള കോമ്പോസിഷൻ ഓഫ് ടെലിപ്പതിക് ആൻഡ് ലൈഫ് സ്റ്റഡീസിന്റെ 2 ശില്പങ്ങള്. ടെറാക്കോട്ട ഉണ്ട്, വുഡ് ഉണ്ട്, പിന്നെ സ്റ്റോൺ ഉണ്ട്, മെറ്റൽ ഉണ്ട്. അങ്ങനെ മീഡിയത്തിൽ മിക്സഡ് ആയുള്ള മീഡിയംസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്.